ഈ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്ന ശാലുവിനെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ചെക്കപ്പ് ആയിരുന്നു. അപ്പോൾ വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ് എല്ലാവർക്കും. പിന്നെ പുറത്ത് വന്ന് ഇനിയിപ്പം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ നിർത്തുന്ന പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഓർത്ത് വന്നതാണ്. തിരുവല്ലയിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കടയിലാണ് വന്നിരിക്കുന്നത്. എന്നാ താൻ കേസുകോട്, ബൾട്ടി, മായാനദി തുടങ്ങിയ ഒരുപാട് സിനിമയുടെ പ്രൊഡ്യൂസറായ സന്തോഷ് ടി കുരുവിളയുടെ ഒരു കടയാണ്. ഇപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശാലു അമ്മച്ചിയും മീൽസ് ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മീൽസ് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് നേരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തിരുവല്ലയിൽ തന്നെയുള്ള ബിലീവേഴ്സ് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആക്കുന്നത്. ഞങ്ങൾ റൂമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ റൂമിൽ നല്ല രീതിയിൽ തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാർഡാണ് കിട്ടിയത്. അപ്പം വാർഡിൽ ഞങ്ങൾ ഇതേണ്ട ഇവിടെ എല്ലാം ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് വെക്കുകയാണ്. അമ്മച്ചീനെ ശാലുവിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോകണം. നേരത്തെ തന്നെ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്തിട്ട് വന്നു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെയിൻ വലിയതായിട്ടൊന്നും സ്റ്റാർട്ടായിട്ടില്ല, ചെറുതായിട്ട് പെയിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ശാലു പറഞ്ഞത്. അപ്പോൾ ഒന്ന് നടക്കുകയും കൂടെ ചെയ്യുകയാണ്. എന്തോ ചെക്കപ്പിന് വേണ്ടി ശാലു ലേബർ റൂമിലേക്ക് പോയേക്കുവാണ്. കണ്ടു, ഇതാണ് ബിലീവേഴ്സിന്റെ മെയിൻ ഹാളാണിത്. ഇതേ കാണുന്ന ഹോസ്പിറ്റലിന്റെ ഒരു സ്റ്റോറാണ്. ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. ഒരുമാതിരിപ്പെട്ട സാധനത്തിനൊന്നും നമുക്ക് അങ്ങനെ പുറത്ത് പോകേണ്ടി വരത്തില്ല. അത്യാവശ്യമുള്ള എല്ലാം തന്നെ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.